എല്ലാവരും വന്നേ, നമുക്കിന്ന് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. വീട്ടിൽ കുറച്ച് കാച്ചിൽ കിളച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എന്നാലതൊന്ന് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആലോചന വന്നത്. കാച്ചിൽ പുഴുങ്ങിയിട്ട് നല്ല ഉള്ളി ചമ്മന്തിയും കൂട്ടിയിട്ട് കഴിക്കാനുള്ള പദ്ധതിയാണ് മനസ്സിലുള്ളത്. കാച്ചിൽ എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊരിക്ക കാച്ചിൽ പുഴുങ്ങിയിട്ട് കഴിച്ചതാണ്. കുറേ ആയി കാച്ചിലെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ കാച്ചിൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് കാച്ചിലെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം കാച്ചിലാണ് ഇന്ന് പുഴുങ്ങുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അമ്മക്കും മാത്രമേ കാച്ചിൽ വേണ്ടൂ, വേറെ ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കാച്ചിൽ മാത്രമാണ് അമ്മ ഇന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ കാച്ചിൽ എന്ന് പറയുന്നത് നിരവധി വിറ്റാമിനുകളും പ്രോട്ടീനുകളും അടങ്ങിയിട്ടുള്ളൊരു നാച്ചുറൽ ഫുഡാണ്. പണ്ടുള്ളവരെല്ലാം ഇതെല്ലാം കാച്ചിലും കിഴങ്ങും അതെല്ലാം കഴിച്ചിട്ടാണ് അവരെ ആരോഗ്യം നിലനിർത്തിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉള്ളവർക്ക് കാച്ചിലും വേണ്ട, ഒന്നും വേണ്ടല്ല. എനിക്കും കാച്ചിൽ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ എന്നാലും ഒരു പൂതി, കാച്ചിൽ കണ്ട സമയത്ത് എന്നാലും ഇതൊന്ന് പുഴുങ്ങിയേക്കാന്ന് വിചാരിച്ചിട്ട്, എന്നാലും അതൊന്ന് പുഴുങ്ങാന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിന്. അന്നേരമാണ് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ വന്നത്. ഇനിയെന്ന് വെച്ചാൽ വലിയ വേവൊന്നുമില്ലാത്ത ഒരു സൈസ് കാച്ചിലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ വേവ് എന്ന് പറയാൻ പറ്റുമല്ലോ. കുറച്ച് ഹാർഡായ പോലെയെല്ലാം തോന്നുന്നുണ്ട് കാച്ചിൽ. എൻ്റെ ഒരു സൈഡ് മോശമായിട്ടുണ്ടായിന്. അപ്പോൾ ആ മോശമായ സൈഡ് കളഞ്ഞിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലെ അവർ കിളച്ചിട്ട് തന്നതാണ്. കുറച്ച് ദിവസം വെച്ചാലൊന്നും മോശമാവുകയും ചെയ്യില്ല. എന്നാലും വേണ്ട, വേഗം തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെയാണ് ഇത് ആക്കാൻ നോക്കുന്നത്. കാച്ചിൽ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ലപോലെ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്. കാച്ചിൽ കിട്ടിയ സന്തോഷത്തിൽ ഞാനത് വേഗം തന്നെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയെല്ലാം നോക്കി. കാച്ചിൽ ക്ലീൻ ചെയ്യാൻ ലേശം പണിയുണ്ട്. കാരണം അതിൻ്റെ ആ നാരെല്ലാം വലിച്ചിട്ട് മുറിച്ചിട്ട് കളഞ്ഞിട്ട് അതിൻ്റെ തോലെല്ലാം ചെത്തിക്കളയണമെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ തീർക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ വേഗം സ്പീഡിൽ അതങ്ങ് അതിൻ്റെ തോല് ചെത്തി കളഞ്ഞു. ഈ സമയത്താണ് മോള് ഇങ്ങനെ കരയുന്നുണ്ടായത്. അപ്പോൾ മോളെടുത്തും പോയി കുറച്ച് വൈകിട്ടാണ് ഇത് ചെത്താൻ തുടങ്ങിയെടുത്തുനിന്ന് അവിടെ വെച്ചിട്ട് പിന്നെയാണ് ഇത് ചെത്താൻ തുടങ്ങിയത്. രണ്ടാമതാണ് ചെത്താൻ തുടങ്ങിയത്. പിന്നെ ഇനിയിപ്പോൾ ഇന്ന് കൂട്ടിയിട്ട് കഴിക്കലെന്നില്ലെല്ലാം ആണ് ഈ സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഉള്ളി ചമ്മന്തി ആക്കണോ അല്ലോ ഉണക്ക് കറിയോ അങ്ങനെ എന്തെങ്കിലും ആക്കണോ എന്നല്ല ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വിചാരിച്ച് ഉള്ളി ചമ്മന്തി ആക്കാമെന്ന്. അങ്ങനെ കാച്ചിലെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നേർത്ത കഷ്ണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രം, അതായത് ഈ ഒരു ആവിക്ക് വെക്കുന്ന സൈസ് പാത്രമാണിത്. ഈ പാത്രം ഉണ്ടായതുകൊണ്ട് തന്നെ വലിയൊരു ഗുണമുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനും പറ്റും. നമുക്ക് എത്ര അളവിലാണോ വേണ്ടത് വിചാരിച്ചാൽ അതിനനുസരിച്ച് ആ പാത്രം ഷേപ്പ് ചെയ്യാനും പറ്റും. എന്നുവെച്ചാൽ ഒരുപാട് വേവിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവിലേക്ക് ആ പാത്രത്തിനെ വലുതാക്കാനും, അല്ല കുറച്ചേ ഇല്ലെങ്കിൽ കുറച്ചില്ല പോലെ ചെറുതാക്കാനും വലുതാക്കാനും എല്ലാം കഴിയുമേ. അപ്പോൾ അതൊരു ഗുണമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അപ്പച്ചെമ്പിൽ, അതായത് ആവി പാത്രത്തിൽ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച സമയത്ത് കാച്ചിലും അതിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ കാച്ചിലിൻ്റെ വെള്ളം തിളച്ച് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. അതിൻ്റെ മുകളിലേക്ക്, അതായത് കാച്ചിൽ വേവിക്കാൻ വെക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക അതിൻ്റെ മുകളിൽ. അതിൻ്റെ ഇടയിൽ ഒരു കാന്താരി ചമ്മന്തിയെല്ലാം സെറ്റാക്കാൻ വേണ്ടി കാന്താരിയെല്ലാം പറിച്ചു കൊണ്ടുവന്നു. പിന്നെ വിചാരിച്ചു കാന്താരി ചമ്മന്തി വേണ്ടാന്ന്. എന്നിട്ട് അങ്ങനെ കാന്താരിയെല്ലാം ചതച്ച് കിഴങ്ങ് വെന്ത സമയത്ത് കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നനച്ചിട്ട് കിഴങ്ങ് ഒരു വാഴയിലെല്ലാം വിളമ്പിയേ കഴിച്ച് നോക്കുമ്പോഴേക്കും നല്ല സൂപ്പറായിട്ട് വെന്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിനെ. നല്ല അലുവ കഷ്ണം പോലെ, എന്താ വെച്ചാൽ അത്രയും സോഫ്റ്റ്, അങ്ങനെ ഒരു ടേസ്റ്റിലാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാനും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.